ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പൊ നമ്മളിന്ന് പറയാൻ പോകുന്നത് 3 ബെസ്റ്റ് FD അല്ലെങ്കിൽ സെക്യൂർ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. വെച്ചാൽ കുറെ പേർക്ക് നമ്മളിപ്പോ കമന്റ് ചെയ്തുകൊണ്ട് പോലെ വരുന്നുണ്ട് ഏത് സെക്യൂർ കാർഡ് എടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ അതിന്റെ ഒരു പ്രയോറിറ്റി നിങ്ങൾ നോക്കണ്ട. ഞാൻ ഓർഡറിലൊന്നല്ല പറയുന്നത്, ഏത് കാർഡായാലും ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. നമ്മൾ എന്തായാലും ആദ്യം തന്നെ അതിന്റെ ബേസിക് തന്നെ തുടങ്ങുന്നത്. വെച്ചാൽ കുറെ പേർക്ക് എന്താ സംഭവം, എന്തിനാ അത് ഉപയോഗിക്കുന്നത് തന്നെ അറിയില്ല. അപ്പോൾ സെക്യൂർ കാർഡ് എന്ന് പറയുന്നത് ഒരു നിങ്ങൾക്ക് നോർമൽ 2 ടൈപ്പ് ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ട്. നോൺ സെക്യൂർ, അതായത് അൺസെക്യൂർ ക്രെഡിറ്റ് കാർഡും ഉണ്ട്, സെക്യൂർ ക്രെഡിറ്റ് കാർഡും ഉണ്ട്. സെക്യൂർ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് ആക്ച്വലി ഒരു സ്റ്റുഡൻസിന് അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഒരു ഇൻകം ഒന്നും ഇല്ലാത്തവർക്ക് കൊടുക്കുന്ന ഒരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയുന്നത് വെച്ചാൽ നമ്മൾ ഒരു എമൗണ്ട് FD ഇട്ടിട്ട് അതിന്റെ അഗെയിൻസ്റ്റ് ആണ് നമുക്കൊരു കാർഡ് തരുന്നത്. അതായത് അവർക്കൊരു ഒരു സെക്യൂരിറ്റി കൊടുത്തിട്ട് അതിനെതിരെ നമുക്ക് ലോൺ തരാം. അങ്ങനെ പറയില്ല, നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ലോൺ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും വീട് വെച്ചിട്ട് ലോൺ എടുക്കില്ലേ, അതാണ് സെക്യൂർ ലോൺ എന്ന് പറയുന്നത്. ആ സംഭവം തന്നെയാണ് സെക്യൂർ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ നമ്മൾ ഒരു FD ഇട്ടിട്ട് അതിന്റെ അഗെയിൻസ്റ്റ് നമുക്ക് തരുന്ന ഒരു കാർഡാണ് സെക്യൂർ ക്രെഡിറ്റ് കാർഡ്. അൺസെക്യൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻകം നോക്കിയിട്ട് തരുന്ന കാർഡ്. അപ്പോൾ അതിനൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെക്യൂർ കാർഡ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും സെക്യൂർ കാർഡ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ശരിക്കും അത് ആക്ച്വലി കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ നമ്മുടെ സിബിൽ സ്കോർ കുറവുള്ളവർക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാം, സിബിൽ സ്കോർ നല്ല അത്യാവശ്യം സിബിൽ സ്കോർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ സാലറി ആയിക്കോട്ടെ, നിങ്ങൾക്ക് അത്യാവശ്യം ഇൻകം ഉള്ള ഒരാളായിക്കോട്ടെ, നിങ്ങൾക്ക് നോർമൽ ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ കുറച്ച് പാടാണ്. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് മാത്രമല്ല, നമുക്ക് സിബിൽ സ്കോർ എന്ന് പറയുമ്പോൾ നമുക്ക് ലോണ് നല്ല ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ് കിട്ടാനും ഈ സാധനം ഭയങ്കര ഉപയോഗമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് സിബിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ സെക്യൂർ ക്രെഡിറ്റ് കാർഡ്. അതായത് നിങ്ങൾക്ക് ഒരു ലോൺ എടുത്തിട്ട് അത് ക്ലോസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു കൊല്ലത്തിന് ലോൺ എടുത്തിട്ട് 1 കൊല്ലം കഴിഞ്ഞ് ക്ലോസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സിബിൽ സ്കോർ അത് മെയിൻറ്റെയിൻ ആവുക. പക്ഷേ ഇത് അങ്ങനെയല്ല. നമുക്ക് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് എല്ലാ മാസവും റിപ്പോർട്ട് ആവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യണോ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ടൂൾ തന്നെയാണ് സെക്യൂർ ക്രെഡിറ്റ് കാർഡ്. അതുകൊണ്ടാണ് മോസ്റ്റ്ലി എല്ലാവരും സെക്യൂർ കാർഡ് ഉപയോഗിക്കുന്നത്. പക്ഷേ കുറേ പേര് നമ്മൾ ചോദിക്കുന്നുണ്ട്, ഓൾറെഡി എൻ്റെ 5 കാർഡുകളുണ്ട്, ഇനി ഞാൻ ഏത് സെക്യൂർ കാർഡ് എടുക്കണമെന്ന് ചോദിച്ചു പേര് കുറേ കമന്റ്സ് വരുന്നുണ്ട്. വെച്ചാൽ അവർക്ക് അതിൻ്റെ സെക്യൂർ കാർഡ് എടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി അവരെല്ലാം അൺസെക്യൂർ കാർഡ് ഉണ്ട്. അപ്പോൾ പിന്നെ സെക്യൂർ കാർഡ് എടുക്കേണ്ട ആവശ്യമില്ല. സെക്യൂർ കാർഡ് എന്ന് പറയുന്നത് സിബിൽ സ്കോർ കുറവുള്ളവർക്ക് അത് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നതാണ്. അപ്പൊ ഞാൻ തന്നെ ഇപ്പൊ IDFCയുടെ വൗ കാർഡ് നമ്മൾ എടുത്തിട്ട് കാണിച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി വീഡിയോ പർപ്പസിന് വേണ്ടി എടുത്തായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ഓൾറെഡി 50 ഇപ്പൊ കുറേ 80 പ്ലസ് ആയിപ്പോ ടോട്ടൽ അൺസെക്യൂർ കാർഡുകളുണ്ട്. ഞാൻ കുറെ ക്ലോസ് ചെയ്തത് വേറെ കാര്യം. അപ്പോൾ നമ്മളത് വീഡിയോ പർപ്പസിന് വേണ്ടി എടുത്താണ്. ഞാൻ മാഗ്നറ്റ് കാർഡ് എടുക്കാൻ നോക്കിയതാണ്. എന്ന് വെച്ചാൽ ഓൾറെഡി എൻ്റെ SBI മാഗ്നറ്റ് കാർഡ് ഉള്ളത് കൊണ്ട് എനിക്കത് അപ്രൂവ് ആവുന്നില്ല. അതൊരു ഇഷ്യൂ വന്നുകൊണ്ടാണ് ഞാൻ മാഗ്നറ്റ് കാർഡ് എടുക്കുന്നത്. വെച്ചാൽ ഇപ്പോൾ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് FD സെക്യൂർ കാർഡ് എന്ന് പറയുന്നത് മാഗ്നറ്റ് കാർഡ് തന്നെയാണ്. വൺ കാർഡിലായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യും. എന്തായാലും നമുക്ക് അതിന്റെ ലിസ്റ്റിലേക്ക് പോകാം. ഞാൻ ആദ്യം പറയാൻ പോകുന്ന ഓൾറെഡി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മാഗ്നറ്റ് ക്രെഡിറ്റ് കാർഡാണ്. നമ്മുടെ SBI ബാങ്കിന്റെയും മാഗ്നറ്റിന്റെയും അത് രണ്ടൊരു ഫിൻടെക് കമ്പനി രണ്ടും ടൈപ്പ് ചെയ്ത് ഇറക്കിക്കുന്ന ഒരു സെക്യൂർ കാർഡാണ് മാഗ്നറ്റ് ക്രെഡിറ്റ് കാർഡ്. നിങ്ങൾ ഓൾറെഡി നമ്മൾ ഇതിന്റെ വീഡിയോ സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ നമ്മൾ പറയാൻ പോകുന്നതാണ് IDFCയുടെ വൗ ക്രെഡിറ്റ് കാർഡ്. അതായത് IDFC ബാങ്കിന്റെ FD ക്രെഡിറ്റ് കാർഡ്. ഇതെന്റെ ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 11 മാസമായി ഇപ്പൊ ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാത്തിനും നമുക്കൊരു ഫിക്സഡ് ടൈം പീരീഡ് നമ്മൾ ഈ FD ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബെനിഫിറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു മാസം വിട്ടു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ക്ലോസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല നഷ്ടമാണ്. എന്ന് വെച്ചാൽ ഒരു ഫൈനും സംഭവങ്ങളൊക്കെ പിടിക്കും. അപ്പോൾ നിങ്ങളൊരു FD കാർഡ് എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ മിനിമം 6 മാസമെങ്കിലും ആ സാധനം FD ഇടാൻ നോക്കുക. അതായത് കുറെ പേര് എന്നോട് ചോദിച്ചു വരുന്ന ഒരു സംശയമാണ്, നമ്മൾ FD ഇട്ടു ഇനി ആ കാശ് എങ്ങനെ എടുക്കാന്നാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ FD എന്ന് പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. ആ ഡെപ്പോസിറ്റ് അവിടെ കിടക്കാനുള്ള സാധനമാണ്. അത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാർഡ് ക്ലോസ് ആവും. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെയുള്ള വേ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ATM പോയിട്ട് ആ എമൗണ്ട് എടുക്കണം. പക്ഷേ നിങ്ങൾ എന്തായാലും ഒരു മാസം കഴിയുമ്പോൾ തിരിച്ചടക്കാൻ വരും, നിങ്ങൾ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കാൻ മറക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന 3 കാർഡുകൾ എന്ന് പറയുന്നത് മാഗ്നറ്റ് ക്രെഡിറ്റ് കാർഡ്, IDFCയുടെ വൗ കാർഡ്, പിന്നെ റൂപേ കാർഡ് എന്ന് പറഞ്ഞാൽ അത് പക്ഷേ നോർമലി വൗ കാർഡ് പോലെ തന്നെയാണ്. സെലക്സ്റ്റ കാർഡ് എന്നൊക്കെ പറയാം, SBI ബാങ്കിന്റെ സെലക്സ്റ്റ കാർഡ്. ഇതൊക്കെ ഓൾമോസ്റ്റ് മാഗ്നറ്റ് കാർഡായിട്ട് സിമിലർ ആണ്. ഈ 3 കാർഡുകളും നമ്മൾ റെക്കമെൻഡ് ചെയ്യും. 4ാമത്തെ കാർഡ് നമുക്ക് വേണമെങ്കിൽ വൺ കാർഡ് ലൈറ്റിനെ പറയാം. പക്ഷേ വൺ കാർഡ് ലൈറ്റ് ഞാൻ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യില്ല. എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്യൂസും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വൺ കാർഡ് ലൈറ്റിനെ നോർമൽ കാർഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. വൺ കാർഡ് ലൈറ്റ് ഞാൻ ഇപ്പം അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. എന്തായാലും ഞാൻ അതിന്റെ വേണമെങ്കിൽ റെഫർ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് എടുക്കാം. എല്ലാ സാധനം SBI ബാങ്കിന് തന്നെയാണ്. പിന്നെ മറ്റേ IDFCയുടെ അത് ഞാൻ ബാങ്ക് ഏതാന്ന് പറയണ്ടല്ലോ, പേരില്ല അതിനുണ്ടല്ലോ. പിന്നെ കുറെ പേര് ചോദിക്കുന്നതാണ് നമുക്ക് SBIന്റെ ഏതാണ് നല്ല സെക്യൂർ കാർഡ്, അല്ലെങ്കിൽ ആക്സിസിന്റെ ICICIന്റെ ഏതാണ് നല്ലത്. ഞാൻ എന്തായാലും അങ്ങനത്തെ നോർമൽ ബാങ്കുകളുടെ സെക്യൂർ കാർഡ് അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ SBIയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ SBIനും എല്ലാ ബാങ്കിനും സെക്യൂർഡ് FD ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. പക്ഷെ പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്കത് ആനുവൽ ചാർജും വരും. അതും പോരാണ്ട് നമുക്ക് തരുന്ന ലിമിറ്റ് ഭയങ്കര കുറവാണ്. ഇപ്പൊ SBI ഒക്കെ നോക്കുകയാണെങ്കിൽ 70% നമുക്ക് ലിമിറ്റ് വരും. അപ്പോൾ 10,000 ഇട്ടഞ്ഞ് 7,000 ലിമിറ്റ് കിട്ടുള്ളൂ. ബാക്കി അതിന് പകരം നമ്മുടെ മാഗ്നറ്റ് കാർഡൊക്കെ ആണെങ്കിൽ 90,000 കിട്ടും. 9,000 കിട്ടും. അതായത് 90% കിട്ടും.
അപ്പൊ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അത് മാത്രമല്ല, നമ്മളിപ്പോ ഒരു നോർമൽ ഇപ്പോൾ സെക്യൂർഡ് കാർഡ് എടുക്കുന്നവർക്ക് അതിന്റെ അൺസെക്യൂർഡ് കാർഡ് കിട്ടാൻ പിന്നെ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നോർമൽ ബാങ്കിന്റെ സെക്യൂർ കാർഡ് എടുക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ, നമ്മൾ ഈ പറഞ്ഞ ബാങ്കുകളിലൊക്കെ അപ്ലൈ ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടാ, മറക്കണ്ട. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഈ 3 കാർഡുകളാണ് ഞാൻ റെക്കമെൻഡ് എന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ വീഡിയോ പർപ്പസ് ആയിട്ട് എടുത്താൽ മതി. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിത് യൂസ് ചെയ്തിട്ട് ഞാൻ മാഗ്നറ്റ് ക്രെഡിറ്റ് കാർഡ് നമ്മളിപ്പോൾ കുറെ റീസെന്റ് കുറച്ച് 2-3 വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ കുറെ പേര് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാഗ്നറ്റ് ക്രെഡിറ്റ് കാർഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എടുക്കാൻ നോക്കിയതാണ്. പക്ഷെ നമ്മൾ ഓൾറെഡി SBI ബാങ്കിന്റെ കസ്റ്റമറും ക്രെഡിറ്റ് കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് കിട്ടുന്നില്ല. അപ്പൊ SBI ബാങ്ക് നിങ്ങൾക്ക് അറിയാം മൾട്ടിപ്പിൾ കാർഡ്സ് ഒന്നും കൊടുക്കുന്നില്ല, പോരാത്തതിന് അവര്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവരുടെ അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്കൊരു കോൾ വന്നായിട്ടുണ്ട്, നമ്മൾ ഓഫീസിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട് ഞാൻ അടുത്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് SBI ബാങ്കിന്റെ കുറെ കാർഡുകൾ ഇപ്പോൾ ഉണ്ട്, കുറെ വേരിയൻസ് ഉണ്ട്. ഒരു ഗ്രൂപ്പ് കാർഡ് ഉണ്ട്, മാഗ്നറ്റ് കാർഡ്, ഇതൊക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന മാഗ്നറ്റ് കാർഡും അതുപോലെ തന്നെ ക്രെഡിലിയോ കാർഡാണ്. ക്രെഡിലിയോ നമുക്ക് കുറച്ച് ബെനിഫിറ്റുകൾ കൂടുതലുണ്ട്. അപ്പോൾ ഈ 2 കാർഡുകളാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. IDFC വൗ കാർഡും നല്ലതാണ്, പക്ഷെ കിട്ടാൻ കുറച്ച് പാടാണ്, വേറെ കാര്യം. അപ്പോൾ നമ്മൾ 2024, അതായത് നമ്മുടെ ഏപ്രിൽ 2024 നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഈ 3 കേട്ടോ. വൺ കാർഡിലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ റെക്കമെൻഡ് ഇപ്പോൾ ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ബാങ്ക് ഇഷ്യൂസ് വരുന്നുണ്ട്. അവരുടെ സപ്പോർട്ട് ആയിക്കോട്ടെ, ആപ്പ് ആയിക്കോട്ടെ, എന്താ പറയുക, മെയിൻ്റെനൻസ് ആയിക്കോട്ടെ, ഭയങ്കര ഇഷ്യൂസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ നമുക്കറിയാതിരിക്കുന്നുണ്ട് കുറെ കാർഡുള്ളതുകൊണ്ട് ഞാനപ്പോൾ അങ്ങനെ അങ്ങോട്ട് വൺ കാർഡ് ഒന്നും ഉപയോഗിക്കുന്നില്ല. മിക്കതും ഞാൻ ഉപയോഗിക്കാത്ത കാർഡുകളൊക്കെ ടേൺ ഓഫ് ചെയ്ത് വെക്കൂട്ടാ. നമ്മൾ ഓൾറെഡി അതിന് മുമ്പ് വീഡിയോ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് നമ്മൾ കാർഡ് ടേൺ ഓഫ് ചെയ്ത് അല്ലെങ്കിൽ ടെമ്പറലി സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അതിന്റെ ഉപയോഗം. നമുക്ക് ഈ ഫീച്ചേഴ്സ് ഒക്കെ RBI തന്നേക്കുന്നത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, ചുമ്മാ ഭംഗി വെക്കാനല്ല കേട്ടോ, മറക്കണ്ട. അപ്പം എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം, അടുത്ത വീഡിയോ കാണാം.